അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ആൽഫ്രഡോ പാസ്തയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനെ ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് മസാല റെഡിയാക്കുന്നതാണ്. അതിനെ ഞാനിവിടെ ഉള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മിക്സഡ് വെജിറ്റബിളിൻ്റെ ഇത് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി വേറൊരു കാര്യമുണ്ട്. അതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ ഞാൻ പാസ്ത ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ആദ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതൊക്കെ കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ പാസ്ത ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി മസാലയും പാസ്തയും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഏകദേശം നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇനി ക്രീം സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിവിടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ക്യൂബ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം.
അതൊന്ന് ഏകദേശം സോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്തെടുക്കുക. ബട്ടറും ഗാർലിക്കിൻ്റേതും മൈദയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം സോട്ട് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് പാലാണ്. നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ മൈദ ഇട്ടെടുത്തത്, അപ്പോൾ പാലിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറുകി വരും. അപ്പോൾ അത് നോക്കി ചേർത്ത് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതേപോലെ കുറുകി വരും. അപ്പോൾ പാല് നോക്കി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇട്ടാൽ മതി. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു മിക്സഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാസ്തൻ്റെ പരിപാടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പാസ്ത ഇട്ടെടുത്ത് ആ ക്രീമും പാസ്തയുടെ കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. ഹോം മെയ്ഡായിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.